ഫസ്റ്റ് വൺ ഇസ് നമ്മൾ ബേസിക്കലി ഇതൊരു സ്കിൻ കെയർ ആണ്, സ്കിൻ കെയർ നീഷ് ആണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ബോൺ ആൻഡ് ഇൻഫന്റിന് വേണ്ടിയാണ്. സോ അതിനകത്ത് നമ്മൾ കാറ്റഗറീസ് ആണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഒന്ന് ഓയിൽ, ലോഷൻ, ക്രീം. ലോഷനകത്ത് വരുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ലോഷൻ വിൽ ബി ഹിയർ ഇൻ ദ ലോഷന്റെ സെക്ഷൻ. അത് നമ്മൾ ആർട്ടിക്കിൾ എഴുതും. ആൻഡ് ദിസ് യുവർ മെയിൻ ടോപ്പിക്. നമ്മുടെ മെയിൻ ടോപ്പിക് എന്തായിരിക്കും? ന്യൂ ബോൺ, മെയിൻ ഫില്ലർ കണ്ടന്റ്, okay. Then നമ്മുടെ സബ് ടോപ്പിക്സ്, okay. So lotion for something like there is specific ഉണ്ടെങ്കിൽ you can use that. So that will be going to sub top. Okay. And these are the നമ്മുടെ keywords. So this is നമ്മുടെ topic cluster. For oil nathu ipo njan Amazon bestseller എടുത്തത്. Let's get into the Amazon bestseller page. നമുക്ക് കിഡ്സിന്റെ സ്കിൻ കെയർ നീഷിനകത്ത് പോയിട്ട് നോക്കാം വേറെ എന്തെന്ത് പ്രൊഡക്റ്റ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ലെറ്റ് മീ ഗോ ടു സ്കിൻ കെയറിനകത്തായിരിക്കും ബേബി പ്രൊഡക്ട്സ്. സോ ഐ ആം ഗോയിങ് ഫോർ ബേബി പ്രൊഡക്ട്സ്. സോ ബേബി പ്രൊഡക്ട്സിനകത്ത് നമുക്ക് സ്കിൻ കെയർ ആണ് വേണ്ടത്, ബേബി കാരിയേഴ്സ് ഒന്നും വേണ്ട. സോ കെയറിനകത്തോട്ട് വരാം. ഇപ്പൊ വൺസ് ഈ ക്രീമും അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ ടോയ്സിനകത്തോട്ട് മാറാൻ നിനക്ക് സെപ്പറേറ്റ് ആ പർട്ടിക്കുലർ ഇൻഫാന്റിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റും നിനക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ സ്കിൻ കെയർ ഉണ്ട്. സോ നമ്മൾ ഇപ്പൊ സ്കിൻ കെയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ കെയർ പോവാം. ഓയിൽ ക്യാൻ ബി ഹെയർ കെയർ ആവാം, ഓർ സ്കിൻ കെയർ ആവാം മേ ബി. സോ ഇപ്പം നമുക്ക് നമ്മളെല്ലാം പഠിപ്പിച്ചേക്കുന്ന അമ്മമാര് എണ്ണ തേക്കണം നല്ലോണം കുട്ടികളെല്ലാം. സോ ദാറ്റ് ക്യാൻ ബി യൂസ് ചെയ്യാൻ പറ്റും. ഹെയർ കെയർ, ഹെയർ അല്ലാതെ മേത്തും നമ്മൾ നല്ല വെളിച്ചെണ്ണ എല്ലാം തേക്കൂല കുട്ടികളുടെ. യെസ്, ഇതാണ് ആക്ച്വലി 5 സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് സ്കിൻ കെയറിനകത്തോട്ട് വരാൻ. സോ ഇനി 2 എണ്ണം മിസ്സിംഗ് ആണ്, പൗഡർ ആൻഡ് സൺസ്ക്രീൻ. ഓക്കെ, സോ ദാറ്റ്സ് ലൈക്ക് മൈ നെക്സ്റ്റ്. ഒന്നായിരിക്കും പൗഡർ ആൻഡ് അടുത്തതായിരിക്കും സൺസ്ക്രീൻ. ഇനി പൗഡേഴ്സിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൗഡേഴ്സ് എന്തെന്താ ഉള്ള, ലൈക്ക് പ്രിക്ലി ഹീറ്റ് പൗഡർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണുമല്ലോ, ലൈക്ക് ചൂടത്ത് റാഷസ് വരുന്ന പൗഡർ, അങ്ങനത്തെ ടൈപ്സ് ഉണ്ടായിരിക്കും. സോ ഇവിടെ ഞാൻ വരുവാണെങ്കിൽ പൗഡേഴ്സിനകത്ത് ഡിഫറെന്റ് പൗഡേഴ്സിനകത്ത് ഏതെങ്കിലും കാറ്റഗറി ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. സോ ആസ് ഓഫ് ഇതിനകത്ത് വലിയ ഡിഫറൻഷിയേഷൻസ് ഒന്നും കാണിക്കുന്നില്ല, ബട്ട് നമുക്ക് അറിയാൻ പറ്റും പൗഡേഴ്സിനകത്ത് എന്തൊക്കെ ആണ് സെപ്പറേറ്റ് സെക്ഷൻസ് വരുന്നത്. ഓക്കെ, സോ സ്ട്രേറ്റ് ഫോർവേഡ് പൗഡേഴ്സിന് മാത്രമാണ് പറയുന്നത്. സോ നമുക്ക് ഓർഗാനിക് പൗഡേഴ്സ് ഒരു വിത്ത് ഓർഗാനിക് സംഭവം എവിടെയെങ്കിലും എഴുതി വരുന്നുണ്ട്. സൺസ്ക്രീൻ വേണ്ട, ടെലികോം, നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ്. സോ കുറച്ചും കൂടെ കുട്ടികൾക്ക് ആക്ച്വലി ഓർഗാനിക് സാധനം നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ ക്യാൻ പ്ലാൻ സംതിങ് പൗഡർ ഓർഗാനിക്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. ബെസ്റ്റ് പൗഡർ ഫോർ ബേബി. കണ്ടോ, റാഷസിന് വേണ്ടിയുണ്ട് പൗഡർ, ഫേസിന് വേണ്ടിയുണ്ട്, ബോട്ടമിന് വേണ്ടിയുണ്ട്, ബേബി ക്ലോത്ത്സിന് വേണ്ടിയുണ്ട്, ബേബി ഗ്രോത്തിന് വേണ്ടിയുണ്ട്. ഇതെല്ലാം ആക്ച്വലി ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സാധനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി പൗഡർ. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ ഗൂഗിൾ ആൻഡ് ലെറ്റ്സ് സെർച്ച്. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ലൈക്ക് ഒന്ന് 2 ആർട്ടിക്കിളിനകത്തോട്ട് നോക്കാം എന്തെന്ത് പൗഡറിനകത്ത് എന്തെന്ത് വെറൈറ്റീസ് ഉണ്ട്. ഓർഗാനിക് എന്തായാലും ഉണ്ട്, നാച്ചുറൽ പ്രോഡക്റ്റ് നാച്ചുറൽ സെക്ഷനകത്ത് ആൾക്കാർ പറയുന്നത്. അത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് കൂടെ നമുക്ക് നോക്കാം. Which powder is good
for babies. What is the best baby powder used as babies? How do I choose the best baby powder? Which baby milk powder? Okay, the milk powder not okay. Okay, 10 best baby powder brands. Nykaa, best baby powder online at great deals. Best baby products in India. The Pharma Easy, best baby powder online at best price. Best baby powder for newborn, sensitive skin. Okay, skin type-ലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. Sensitive skins, powder for sensitive skin. So സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോ ചെയ്യുന്ന എന്താ സാധാരണ? ഇത് നമ്മൾ റിസർച്ച് ത്രൂ ആയിരിക്കും നമ്മൾ ഇവിടെ കണ്ടെത്താൻ പോകുന്നത്. പൗഡേഴ്സിനകത്ത് ഇപ്പൊ എനിക്ക് സെൻസിറ്റീവ് സ്കിന്റെ പൗഡറിന്റെ ഒരു മനസ്സിലായി, ഓർഗാനിക് ഉണ്ടെന്ന് മനസ്സിലായി. സോ ഐ വിൽ ബി ലൈക്ക് ദിസ്. ഇതായിരിക്കും എന്റെ കീവേഡ്. സോ ദിസ് ഇസ് മൈ കീവേഡ്. ആൻഡ് ഓർഗാനിക്കിനകത്ത് ബെസ്റ്റ് ഓർഗാനിക് baby powder for newborn. So again I am doing the same powder, sunscreen അതേപോലെ തന്നെ. സോ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ മെയിൻ പില്ലർ കണ്ടന്റ് എന്താണ്, സബ് ടോപ്പിക്സ് എന്താണ്, അതിനകത്ത് സബിന്റെ സബ് ടോപ്പിക്സ് എന്താണ്. ഒരു ഡൗട്ട്. യെസ്, ചോദിച്ചു. ഇപ്പൊ നമ്മള് റേഷനുള്ള ക്രീം ഉണ്ട്, അതേമാതിരി റേഷനുള്ള പൗഡറും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സബ് ടോപ്പിക് ഒക്കെ ഈ സെയിം തന്നെ, അതായത് ഇപ്പൊ പൗഡറിന്റെ കാറ്റഗറിയിൽ തന്നെ റാഷ് പൗഡറിന്റെ ഇത് വരുള്ളൂ. യെസ്, ഞാനിപ്പോ റാഷ് പൗഡറിന് ഇവിടെ ഇടാം. നീ പറഞ്ഞ സാധനം തന്നെ നാപ്പി റാഷിന് ആൾക്കാർ സെർച്ച് ചെയ്യും, ഡൈപ്പർ റാഷിനും സെർച്ച് ചെയ്യും. അതേപോലെ തന്നെ ആൾക്കാര് അവർക്ക് അറിയില്ലായിരിക്കും റാഷസിന് വേണ്ടി പൗഡർ ആണോ ഇടണ്ടേ അല്ലെ പിന്നെ ക്രീം ആണോ വെക്കണ്ടേ. സോ ദേ ക്യാൻ റാഷ് പൗഡറിന് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, ബെസ്റ്റ് റാഷ് പൗഡർ ഫോർ ന്യൂ ബോൺ ബേബീസ്. സംഭവം മനസ്സിലായോ? യൂസർ ഇപ്പം എനിക്ക് എല്ലാ സാധനം അറിയണമെന്നില്ല, ബിക്കോസ് മേ ബി ഐ ആം എ പാരന്റ്, ബട്ട് ഐ ഷുഡ് നോട്ട് ബി അവെയർ ഓഫ് ദ തിങ്സ് ലൈക്ക് ഇതിനെ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ നാപ്പി ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കാം, ഓക്കെ എന്നാ പറയുന്ന ഡൈപ്പർ, ഓക്കെ അവെയർ ഓഫ് ദാറ്റ്. സോ ഓരോ സാധനങ്ങൾ ആൾക്കാർ ചിലപ്പോൾ അതിനെ വേറെ ഒരു ടോണിന് വേറെ ഒരു വേർഡിനകത്തായിരിക്കും പറയാം. ഈവൻ ദോ നമ്മൾ അവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ സെയിം ആവാം. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ലൈക്ക് ആൾക്കാർ ഇങ്ങനെ സെർച്ച് ചെയ്യാമല്ലോ. സോ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ അതൊരു കീവേഡ് ആണെങ്കിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ആർട്ടിക്കൽ എഴുതാമല്ലോ. ഇപ്പം ബെസ്റ്റ് ക്രീം ഫോർ നേപ്പി റാഷസ് നിങ്ങളൊന്ന് ഗൂഗിളിനകത്തൊന്ന് ഇട്ട് നോക്കുക. Always whenever you have doubt on keywords, so first come on Google. കുറച്ച് ഈ നീഷ് ടഫ് ആണ്. ടഫ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുവിധം എല്ലാ ബ്രാൻഡ്സ് ബെസ്റ്റിൽ കണ്ടന്റ് എഴുതുന്നു. ശ്രദ്ധിച്ചോ? നമ്മളിപ്പോ റിസർച്ച് ചെയ്തപ്പോ നൈക്കി ഉണ്ട്, ആമസോൺ ഉണ്ട്, ഫസ്റ്റ് ക്രൈ ഉണ്ട്, ലൈക്ക് ബിഗ് ബ്രാൻഡ്സ് ഓൾറെഡി ആ ഒരു നീഷ്, ബിക്കോസ് ഭയങ്കര പ്രോഫിറ്റബിൾ നീഷാണ് അത് ആക്ച്വലി. ഇതുണ്ടോ ഡൈപ്പർ റാഷ് ക്രീംസ് ആൻഡ് ഓയിൻമെന്റ്. Buy diaper rashes cream online at best price in India. The most popular diaper rashes items. ഇത് ഭയങ്കര ജനറൽ ആണ്. ഇതിനകത്ത് ക്രീമും വരും, എല്ലാ സാധനവും വരും. ഡൈപ്പർ റാഷ് ക്രീം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കാറ്റഗറി ആക്കിയത്. അപ്പൊ ഞാൻ കീവേഡ് എന്തായിരുന്നു വെച്ചാൽ നാപ്പി റാഷ് ആണ്. നാപ്പി റാഷ് ഒന്നിനും കാണുന്നില്ല, എല്ലാത്തിനകത്തും ഡൈപ്പർ ആണ്. ശ്രദ്ധിച്ചോ? മീൻസ് ഗൂഗിളിന്റെ കണ്ണില് രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. ഈ നൈപ്പി റാഷസ് ഇട്ടാലും ഡൈപ്പർ റാഷസ് ഇട്ടാലും പ്രൊഡക്റ്റ് വരാൻ പോകുന്ന സെയിം ആണ്. ഇപ്പൊ ഉണ്ടോ, ഞാനിപ്പം എക്സാക്ട്ലി ഇത് മാത്രം ഇട്ടപ്പോഴാണ് ഞാനിപ്പോ ഫ്രേസ് മാച്ചിലാണ് ഇത് സെർച്ച് ചെയ്തത്, ബെസ്റ്റ് ക്രീം ഫോർ നൈപ്പി റാഷസ്.
ഇപ്പൊ ഇവിടെ വരുന്ന എനിക്ക് നാപ്പി റാഷസ്, ഹൗ ടു പ്രിവെന്റ് ആൻഡ് ട്രീറ്റ് ഇറ്റ്. മെയിൻറ്റെയിനിയം നാപ്പി റാഷ് ഓയിൻമെന്റ് 30 സെക്ഷൻ, ബെസ്റ്റ് ക്രീം ഫോർ നാപ്പി റാഷസ്. ഇപ്പോഴാണ് എനിക്ക് വന്നത്. കറക്റ്റ് ഈ വേർഡിനകത്താണ് എനിക്കത് കിട്ടിയത്. കുറച്ചും കൂടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയുന്ന കീവേഡ് അല്ല അത്. നൗ യു ക്യാൻ സി, ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ഫോറിൻ വേർഡോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു. ഇത് നിന്റെ ഒരു കോമ്പറ്റീറ്റർ സൈറ്റ് ആയിരിക്കും. മോംസ് കണ്ട ക്രീം, ഓരോ ക്രീം ഒന്നെങ്കിൽ ആ ക്രീമിന്റെ സ്പോൺസേർഡ് ആയിരിക്കും ഇവര്. ഉണ്ടോ? ബെസ്റ്റ് ക്രീം ഫോർ നാപ്പി റാഷസ്, ദിസ് പോസ്റ്റ് ഈസ് എൻട്രി ഫോർ ദ പ്രൊട്ടക്ഷൻ ചാലഞ്ച് സ്പോൺസർഡ് ബൈ. കണ്ടോ? ആ പർട്ടിക്കുലർ ബ്രാൻഡ്. ലേൺ മോർ അബൌട്ട് ഹൗ ടു പ്രൊട്ടക്ട് യുവർ സ്കിൻ. സംഭവം ഇതെന്താണ് സംഭവം മനസ്സിലായില്ലേ? ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്താണെന്ന്? നമ്മൾ 3 ways ഓഫ് മോണിറ്റൈസേഷൻ ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. ഫസ്റ്റ് വേ ഈസ് അഫിലിയേറ്റ് റവന്യൂ, സെക്കൻഡ് വേ ഈസ് സ്പോൺസർഷിപ്പ്, തേർഡ് വേ ഈസ് ആഡ്സെൻസ്. ഇത് സ്പോൺസേർഡ് ആണ്. കമ്പനി ഇവർക്ക് സ്പോൺസേർഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി എഴുതാൻ. That's why they are not sending anything to Amazon. ഇപ്പം 10 key consideration divorce, 10 ways to give your home, 10 great tips to teach your kids about different cultures. Everything she is writing, everything ഇപ്പോൾ എഴുതുന്നത് നമുക്ക് റിവ്യൂസിനകത്ത് മാത്രം നോക്കാം. സോ ഓൾവേസ് നമ്മുടെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുവെക്കുക. കോമ്പറ്റീറ്റേഴ്സ് ഏതാണ് ബെസ്റ്റ് സൂട്ടഡ് കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പൊ നമ്മള് എന്താ പറയുന്നത്, ന്യൂ ബോണിനകത്താണ് പോകുന്നത്. ന്യൂ ബോണിന് മാത്രമുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരാണ്. അവിടുന്ന് നമുക്ക് ഒരുപാട് ഐഡിയാസ് വന്നു. കണ്ടോ? കാഡി റിവ്യൂ, ലൂം ഫുട്വെയർ, ഹൈ ക്വാളിറ്റി വർക്ക് ഷൂസസ്, ഒരുവിധം എല്ലാത്തിനെയും അവർ ചെയ്യുന്നുണ്ട്. ഡിസ്കവർ ദ ഗാമ ജാക്കറ്റ്, ദ ഡേ, ഇത് ബേസിക്കലി ഒരുവിധം സ്പിൻ മാസ്റ്റർ, ഫാമിലി ബോർഡ്, എവറി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന സെക്ഷൻസ് ആണ്. സോ ദിസ് ഇസ് എവറിഥിങ് കിഡ്സ് റിലേറ്റഡ് തന്നെയാണ്. അത് സോഫീസ് നഴ്സറി ആണ്. സോ സോഫി ക്യാൻ ഡു എനിത്തിങ്. ഷീ ക്യാൻ. നമുക്ക് ബേബി ആക്ടിവിറ്റീസ്, വിച്ച് നാപ്പി ക്രീം, ഇത് ഫസ്റ്റ് ക്രൈയുടെ ആർട്ടിക്കിൾ ആണ്. ദ 4th ബെസ്റ്റ് നാപ്പി ക്രീം ഇൻ ഓസ്ട്രേലിയ. സംഭവം മനസ്സിലായില്ലേ? നാപ്പി ക്രീം കുറച്ചും കൂടെ പുറത്ത് ഫേമസ് ആയ സാധനമാണ്. ദാറ്റ്സ് വൈ ഓസ്ട്രേലിയ നമ്മൾ കണ്ട സൈറ്റും അങ്ങനത്തെ സൈറ്റ് ആയിരുന്നു. ക്ലിയർ? ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ കണ്ടന്റിനെ ഒറ്റയടിക്ക് എല്ലാം കാണണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ കോമ്പറ്റീറ്റർ എന്തെന്ത് കണ്ടന്റ് എഴുതിയിട്ടുണ്ട് ഒറ്റയടിക്ക് കാണാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? എനിവൺ? ഓക്കെ, ബേബി സോപ്പ് ആൻഡ് ബേബി വാഷ്, കറക്റ്റ്. മഷിത അതിനകത്ത് സജഷൻസ് തന്നെയാണ്. ബേബി സോപ്പ് ആഡ് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി സ്കിൻ കെയറിനകത്ത് ബേബി സോപ്പും വരും, ബോഡി വാഷും വരും. സോ അതും ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. സ്കിൻ ക്രീം കഴിഞ്ഞിട്ട് ബേബി സോപ്പ്, ബേബി വാഷ്. ഒരു വലിയ നിഷാണ്. സോ നമുക്ക് സ്റ്റാർട്ട് വിത്ത് ഒരു പ്രൊഡക്റ്റ് പിടിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ടൈപ്പ് ആൻസേഴ്സ്. ഗൂഗിളിന് നമ്മുടെ സൈറ്റിന്റെ എല്ലാം പേജിനെ അറിയിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? ഗൂഗിളിന് നമ്മുടെ എല്ലാം പേജസിനെ പറ്റി അറിയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ?
യെസ്, സൈറ്റ് മാപ്പ്. കറക്റ്റ്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവും സൈറ്റ് മാപ്പ് ആണ്. അപ്പോ ഫൈൻഡ് യുവർ ബെസ്റ്റ് കോമ്പറ്റീറ്റർ. അത് കഴിഞ്ഞിട്ട് ആ കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റ് മാപ്പിനകത്തോട്ട് പോയിട്ട് എന്ത് ടൈപ്സ് ഓഫ് കണ്ടന്റ് ആണ് അവർ എഴുതിയേക്കുന്നത് നമുക്കത് കണ്ടെത്താൻ പറ്റും. സോ വെൻ യു ഡു ദാറ്റ് യു ഗെറ്റ് കറക്റ്റ് ഐഡിയ. Got it? സോ ഇന്നത്തെ ടാസ്ക് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാല് നിങ്ങളെ സ്പെസിഫിക് നീഷിനകത്ത് 3 കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുപിടിക്കുക. സ്പെസിഫിക് നീഷ് എന്ന് പറഞ്ഞാല് ആമസോൺ, സ്നാപ്ചാറ്റ് പറയാം, സ്നാപ്ഡീല് അങ്ങനത്തെ സൈറ്റ്സ് ഒന്നും അല്ല. സ്ട്രേറ്റ് ഫോർവേഡ്. ഇപ്പം ഇത് കോമ്പറ്റീറ്റർ അല്ല, ബിക്കോസ് ഇത് ഓൾറെഡി ക്രീംസ് എല്ലാം വിൽക്കുന്ന ഒരു ഇ-കോമേഴ്സ് സൈറ്റ് ആണ്. സോ ഇറ്റ് വോണ്ട് ബി അവർ കോമ്പറ്റീറ്റർ. നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പർട്ടിക്കുലർ നീഷിനകത്തുള്ള കോമ്പറ്റീറ്ററിന്, ഇപ്പൊ നൈക്കി ഒന്നും കോമ്പറ്റീറ്റർ അല്ല, ഫസ്റ്റ് ക്രൈ കോമ്പറ്റീറ്റർ അല്ല, ടൈപ്സ് ഓഫ് ഇന്ത്യ കോമ്പറ്റീറ്റർ അല്ല, യൂട്യൂബ് ചാനൽ കോമ്പറ്റീറ്റർ അല്ല, ഇന്ത്യ മാർട്ട് കോമ്പറ്റീറ്റർ അല്ല, മോം ജംഗ്ഷൻ, ലെറ്റ്സ് സീ വാട്ട് ഇസ് ദിസ്. ഇതുപോലെ ഇ കോമേഴ്സ് പോലെയാണെന്ന് തോന്നുന്നു. ലിറ്റോൾ ഇതും ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു. സോ ബ്രാൻഡ് പ്രൊഡക്റ്റ് വോണ്ട് ബി കൺസിഡേർഡ്. കോറ, 1mg, ബേബി, റിയോ ഹർബ്, നിന്നെ കണ്ടോ? നിന്റെ നീഷ് എത്ര കോമ്പറ്റീറ്റീവ് ആണ്. ഒറ്റ ഒരുത്തനെ കിട്ടുന്നില്ല. എല്ലാം വലിയ ബിഗ് ബ്രാൻഡ്സും ബിഗ് ഇ കോമേഴ്സും ആണ്. ബിക്കോസ് ആ നീഷ് അത്ര ആ ഒരു നീഷാണ് അതിന്റെ. സർ, നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കുറഞ്ഞ നീഷ് സെലക്ട് ചെയ്യുന്നതാണോ എളുപ്പം? സി 2 സാധനമുണ്ട്. ആദ്യത്തെ കാര്യം, ആ നീഷിനെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഐ ക്യാൻ ഗോ ദെയർ. അല്ല ഇപ്പൊ ഒന്നും എനിക്ക് അറിയുന്നില്ലെങ്കിൽ ഐ വിൽ ബി പ്രിഫർ, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയ നീഷ്. അറ്റ്ലീസ്റ്റ് ഐ വിൽ മേക്ക് എ മണി. ഇപ്പൊ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഡൈപ്പർ വാങ്ങിയാൽ നിനക്ക് 20 രൂപയായിരിക്കും കിട്ടാൻ പോകുന്നത്. ബട്ട് അതേ ടൈമില് അയാൾ ഒരു കാരിയർ വാങ്ങുവാണെങ്കിൽ ഹി വിൽ മേക്ക് മോർ മണി, യു വിൽ മേക്ക് മോർ മണി. ബിക്കോസ് 10,000 കാരിയർ ആയിരിക്കും, അതിന്റെ ഒരു 10% കിട്ടുവാണെങ്കിൽ യു വിൽ മേക്ക് 1,000 rupees. ബട്ട് അതേ ടൈമിൽ ആ നീഷ് നല്ലതാണ്. ആ നീഷിനകത്ത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, യുവർ നോളജ് ഇസ് ഓൾസോ മാറ്റർ. സോ ഹിയർ വി ഗോട്ട് വൺ, momjunction.com. സോ മോം ജംഗ്ഷൻ ആണ്. സോ മോം റിലേറ്റഡ് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. സോ ദിസ് ഇസ് ദ വൺ ആർട്ടിക്കിൾ യു ക്യാൻ സി ബൈ ഓൺ ആമസോണിന് വന്ന് ഇതാണ് ഒരു ഇന്ത്യൻ ആർട്ടിക്കിൾ നമുക്ക് കിട്ടിയത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഫസ്റ്റ് പേജിലല്ല, സെക്കൻഡ് പേജിലാണ് ഇത്. ഓക്കെ, സോ വിൽ ഡു വൺ തിങ്. ഇത് ഓപ്റ്റിമൈസ് ഒന്നുമല്ല, ആർട്ടിക്കിളിനകത്തെല്ലാം URL വരുന്നുണ്ട്. സോ നമുക്ക് സൈറ്റ് മാപ്പ് ഒന്ന് നോക്കാം. സൈറ്റ് മാപ്പ് _index.xml. So this is the sitemap. So now you can see that PDF files ഉണ്ട്. PDF files എന്തിനാണോ ഇൻഡെക്സ് ചെയ്തത്, നമുക്ക് പോസ്റ്റിന്റെ ആണ് ആവശ്യം. സോ ഓരോ പോസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇതെല്ലാം ആണ് ഇവരുടെ ആർട്ടിക്കിൾസ്, കണ്ടന്റ് എഴുതിയേക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. സോ ദിസ് ഇസ് എ ഇമേജ് ലിസ്റ്റിംഗ് ആണ്. ഇമേജിനെ എന്തിനാണ് ലിസ്റ്റ് ചെയ്തത്, നെക്സ്റ്റ് നോക്കാം. പോസ്റ്റ് സൈറ്റ് മാപ്പ് 2. ഓക്കെ, ഫസ്റ്റിനകത്തൊന്നുമില്ല, സെക്കൻഡിനകത്താണ്. സോ നൗ യു ക്യാൻ സീ ദാറ്റ് നമ്മൾ ബേബി അല്ലേ, സോ ന്യൂ ബോൺ അല്ലേ. ന്യൂ ബോൺ എന്തെങ്കിലും ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കാം. ന്യൂ ബോൺ ഒന്നുമില്ല. ബേബിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബേബിയിലൊന്നുമില്ല. നമ്മൾ ഏത് കീവേഡിന് വേണ്ടിയായിരുന്നു വന്നത്? സോ ഇവർ എഴുതിയേക്കുന്ന ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ലൈക്ക് ബെസ്റ്റ് ബിയർ കളറിംഗ് പേജസ് ഫോർ മൈ ലിറ്റിൽ വൺസ്, ക്യൂട്ട് ഫണ്ണി ഡോഗ് കളറിംഗ് പേജസ് യുവർ ടോഡലർ വിൽ ലവ്, ബെസ്റ്റ് കൗ കളറിംഗ് പേജസ്. സോ കളറിംഗ് പേജസിനെ പറ്റിയാണ് ഇവർ എഴുതിയേക്കുന്നത്. വൈൽഡ് ലൈഫ് ഹണ്ടിങ്, വെമ്പയർസ്, ലിറ്റിൽ റെഡ്, ഫണ്ണി, ഡിസ്നി, യമ്മി. ഗെറ്റിംഗ് മൈ പോയിന്റ്? സോ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഓരോ കോമ്പറ്റീറ്റർ എന്തെന്ത് ആർട്ടിക്കിൾസ് ആണ് എഴുതിയേക്കുന്നത്
പക്ക അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഇവിടെ മാത്രമല്ല, എവിടെയും ലൈക്ക് ഏത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ആരാണ്, അവർ എന്താണ് കണ്ടന്റ് എഴുതിയേക്കുന്നത്, യു ക്യാൻ അനലൈസ് വിത്ത് ദിസ് പർട്ടിക്കുലർ ടൂൾ. ഇത് കൂടാതെ രണ്ടാമത്തെ നമ്മൾ ടൂൾ യൂസ് ചെയ്യുന്നത് സ്ക്രീമിംഗ് ഫ്രോഗ് ആണ്. സ്ക്രീമിംഗ് ഫ്രോഗ് ഈ ടൂൾ വെച്ചിട്ടും നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, മൊത്തത്തിന് നമുക്ക് അറിയാൻ പറ്റും ലൈക്ക് എന്തെന്ത് പേജസ് ആണ് വെബ്സൈറ്റ് ക്രോൾ ചെയ്യും, ഫുൾ വെബ്സൈറ്റ്സിന്റെ പേജസിനെ ക്രോൾ ചെയ്യും. വിത്ത് ദിസ് ടു ടൂൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ബെസ്റ്റ് Blinkit. I think this is a blog ആണ്, രണ്ടാമത്തെ ബ്ലോഗ്. എന്താ മുംബൈക്കാർ ഹോം. So something, yes, Varshal. Okay, so this is the article. Good. Same നമ്മളിപ്പം പോകുന്ന around what we are actually doing the same thing തന്നെയാണ്. So let's ഇയാളുടെ ഒന്ന് സൈറ്റ് മാപ്പ് നമുക്ക് നോക്കാം. സൈറ്റ് മാപ്പ് _ index.xml. പോസ്റ്റ് പേജ് ആൻഡ് കാറ്റഗറി. ഓക്കെ, സോ ഫെയർ enough, ഒത്തിരി ഒന്നും എഴുതിയിട്ടില്ല. Stay sane as new mother, benefit of reading to babies, how to speed clean your home, how to be happy mom, tips to mom who run businesses, baby essential for 3 months, just best juicer in India, best diaper for babies in India, best diaper rash cream in India, best diaper bags in India, best coffee makers machines in India, baby sleep solutions review. Got it? Everything clear ayo? So your next task is to find your 3 competitors who are actually in your niche. Okay? ബ്ലോഗ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് അല്ലേ? യെസ്, നമ്മൾ സെയിം നീഷിനകത്ത് ഇപ്പൊ നിന്റെ ഞാൻ നമുക്ക് നോക്കാം. സോ ബെസ്റ്റ് ഹെഡ് ഫോൺ അണ്ടർ 5000, ANC അല്ലേ, ബെസ്റ്റ് ANC ഹെഡ്ഫോൺ, ആക്റ്റീവ് നോയ്സ്, ഇതെല്ലാം മൊബൈൽ സൈറ്റ്സ് ആണ്, ഇതൊന്നും നമുക്ക് വേണ്ട. ഗ്രീക്ക് മാൻ, ജാഗരൺ, ടൈംസ് ഓഫ് ഇന്ത്യ, ക്രോമ, ഇവരൊന്നും നമ്മുടെ ആയിരിക്കില്ല. ദെൻ ഗാഡ്ജറ്റ്സ് വൈ, 2 കോമ്പറ്റീറ്റർ ഫസ്റ്റ് പേജിനകത്തുണ്ട്. greekman.in. സോ ഞാൻ ഹെഡ്ഫോൺ ഉദ്ദേശിച്ചത് ഒരുവിധം ഹെഡ്ഫോൺസിന്റെ അറൗണ്ട് കണ്ടന്റ് എഴുതിയ കോമ്പറ്റീറ്റേഴ്സിനെ ആണ് ഫസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ എല്ലാ സാറിന് എഴുതുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് ആ ടോപ്പിക് ഫൈൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. ദിസ് ഇസ് അഫിലിയേറ്റ് സൈറ്റ്സ് ആണ്, കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് ഇതുണ്ടോ, ബൈ നൗ, ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ഓൺ ആമസോൺ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇവരുടെ ഒന്ന് സൈറ്റ് മാപ്പ് നോക്കാം. സൈറ്റ് മാപ്പ് _index.xml. ഓക്കെ, സോ ഇവര് റാങ്ക് മാത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി 2 പേരും സ്റ്റാർട്ടിങ്ങിൽ നോക്കിയത് യോസ്റ്റ് ആയിരുന്നു, ഡിസൈൻ അതുകൊണ്ടാണ് സൈറ്റ് മാപ്പ് മാറുന്നത്. ഇയാൾ പിന്നെ എല്ലാ സാറിന് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. സോ 200 URLs ഉണ്ട്. ഓക്കെ, മീൻസ് നല്ലോണം ഇയാളെ നല്ല ബ്ലോഗ് എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, OnePlus Nord Bird 2 റിവ്യൂ, Oppo Enea 3 Pro റിവ്യൂസ്. നമ്മൾ ആ കീവേഡിനകത്ത് റിവ്യൂ എന്ന് പറയുന്ന ഒരു ടേമിനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ്, ടോപ്പ്, അൾട്ടർനേറ്റീവ്സ് വേഴ്സസ് റിവ്യൂ, അതും ഒരു വേർഡാണ്.
people look for. Best TWS earbud under 5,000. Best Wi-Fi 6 router in India. Best robot vacuum cleaner. Best earphone under 5,000. So നമുക്ക് ഇയർഫോൺ മാത്രം നോക്കാം. ഇയർ മാത്രം വെക്കാം. ഇയർബഡ്സ്, ഇയർഫോൺസ്, ഇയർഫോൺസ് കണ്ട ഇയർ മാത്രം നിങ്ങൾക്ക് എത്ര. സോ ഇയാൾ ഒരുവിധം ആ ടെക്നിക്കൽ നീഷിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ട്. സോ ഫസ്റ്റ് നീ സ്റ്റാർട്ട് ചെയ്യുന്ന ആസ് എ ഇയർ മാത്രം ഫോക്കസ് ചെയ്യും, ഇയർഫോൺ മാത്രം ഫോക്കസ് ചെയ്യും, ഹെഡ്ഫോൺ മാത്രം. വൺസ് അത് വന്നു കഴിഞ്ഞാൽ ഹെഡ്ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ മാറാൻ പറ്റും, അടുത്ത ആ നീഷിന്റെ സ്പെസിഫിക് ആയിട്ട് വേറെ ഏതും മാറാൻ പറ്റും. ലൈക്ക് ഇലക്ട്രോണിക്സിന്റെ എന്ത് ഐറ്റംസും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ലേറ്റർ സ്റ്റേജ്. ഇതിപ്പം തുടങ്ങിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വെച്ചിട്ട് ഇവർ തുടങ്ങിയത്. ഇപ്പം 200 ഇതിനകത്തുണ്ട് ആർട്ടിക്കൽസ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാൻ പറ്റും എത്ര ആർട്ടിക്കൽസ് ഉണ്ടായിരിക്കും. 200 ഉണ്ട്. മീൻസ് 1000 ആർട്ടിക്കൽസ് അവർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പോസ്റ്റ് സൈറ്റ് മാപ്പ് 5th ഞാൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എത്ര ആർട്ടിക്കൽസ് ഉണ്ടെന്ന് നോക്കിയേ. സോ 1000ന്റെ അറൌണ്ട് ആർട്ടിക്കൽസ് അവർ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് 50 URL മീൻസ് 200 വരെ വരും. 850 URLs അവർ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടോ, ഇനിയിപ്പോ ഇവർ എന്താ എഴുതാൻ തുടങ്ങി. നമ്മളത് ഫസ്റ്റ് നോക്കിയത് സ്റ്റാർട്ടിങ് ആയിരുന്നു. സ്റ്റാർട്ടിങ് അയാൾ ഇയർഫോൺ വെച്ചിട്ടാണ് തുടങ്ങിയത് ഫസ്റ്റ് സൈറ്റ് മാപ്പിനകത്ത്. ഇപ്പോഴത്തെ സൈറ്റ് മാപ്പിനകത്ത് ഇയർഫോൺ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇനിയിപ്പോ ഇയർഫോൺ ഒന്നുമില്ല. മീൻസ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇയർഫോൺ ഇപ്പൊ എഴുതുന്നില്ല. ഇപ്പൊ എന്താണ്, ഓരോ പ്രൊഡക്റ്റ് ആണ്. മോട്ടോ Z2 പ്ലേ ലോഞ്ച് ഇന്ത്യ. ഇത് ഗെയിമിങ്ങിനകത്തോട്ട് വന്നെന്ന് തോന്നുന്നു അല്ലെ? അല്ല, മോട്ടോറോളയുടെ ആയിരിക്കും. 5 ലോഞ്ച് പാഡ്, ആലുവ അലൂമിനിയം ലോഞ്ച് പാഡ്, നോബിയ. ഇപ്പൊ ആമസോണിനകത്ത് തന്നെയല്ല, നമുക്ക് സ്പെസിഫിക് പ്രൊഡക്ട്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇലക്ട്രോണിക് പ്രൊഡക്ട്സിന്റെ റിവ്യൂ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കംപ്ലീറ്റ് സെക്ഷൻസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്, നമുക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ. സോ ഇപ്പൊ വരെ ക്ലിയർ ആയില്ലേ സംഭവം? അപ്പോ നമ്മള് എയർപോർട്സിന് ഒരു കോമ്പറ്റേറ്റർ എടുക്കുക, അങ്ങനെ സബ് ടോപ്പിക്സിന്റെ ബേസിലല്ലേ? അത് എന്തു ആവാം, നിന്റെ നീഷിന്റെ എന്തു ആവാം. ഇപ്പൊ ഞാൻ ഹെഡ്ഫോൺ ആണ് നോക്കിയത്, അത് നിന്റെ മേജർ നീഷ് ആയതുകൊണ്ട് ആ ഹെഡ്ഫോൺ സെക്ഷനകത്താണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പോയത്. അതെന്തു ആവാം ആ സെക്ഷൻ. ഇതിപ്പോ നമ്മൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് നമ്മളെ ഇപ്പം നമ്മൾ SEOല് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ബ്ലോഗ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകും. അവരെന്തെന്ത് കണ്ടന്റ് ആണ് എഴുതുന്നത്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താ പറയുന്ന ഓർഗാനിക്കലി നോക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ബേസിക്കലി ഈ പർട്ടിക്കുലർ പ്രോസസ്സിനകത്ത് നമ്മൾ ചെയ്യുന്നത്. സോ നീ 3 കോമ്പറ്റീറ്റർ ഇങ്ങനത്തെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ടൈപ്പ് ക്ലിയർ. മഷിത, ബിന്യ, സംഗീത എല്ലാം വന്നിട്ടുണ്ടോ? സംഗീത ആയിരുന്നില്ല ഇന്നലെ ത്രില്ലർ ബുക്ക് എല്ലാം ചെയ്തത് അല്ലേ? സോന, സംഗീത ആയിരുന്നില്ലേ ത്രില്ലർ ബുക്ക് ചെയ്തത്? ശ്രുതിയായിരുന്നു. സംഗീത മെഡിറ്റേഷൻ സംതിങ് ആയിരുന്നു അല്ലേ? സംഗീതയുടെ ടോപ്പിക് എന്തായിരുന്നു? സംഗീത ക്ലാസ്സിലില്ല? സംഗീത എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ കേട്ടില്ല, ലോഗ് ഔട്ട് ആയി പോയി. നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. സോ നമ്മുടെ ടോപ്പിക് ബെസ്റ്റ് ഹെഡ്ഫോൺ അണ്ടർ 20,000. ഇതൊരു ആർട്ടിക്കൽ ആണെങ്കിൽ
ഇതിനകത്ത് നമുക്ക് വരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ഇൻട്രോ എഴുതണം. ഇൻട്രൊഡക്ഷൻ. സോ ഇൻട്രൊഡക്ഷൻ ബേസിക്കലി നമ്മൾ എഴുതാൻ പോകുന്ന ഹെഡ്ഫോൺ എന്തിനാണ് ആവശ്യം, ഈ ബജറ്റിനകത്ത് finding a headphone under 2000 budget is very hard to get. So before that, you should always refer this article before buying. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഒരു ടോപ്പ് 5 പിക്ക്. മൈ ടോപ്പ് 5 പിക്സ് എന്ന് പറഞ്ഞാൽ പിക്ചർ അല്ല ഉദ്ദേശിച്ചേക്കുന്ന ഹെഡ്ഫോൺ പിക്സ്. എന്താണ് നിങ്ങളുടെ ഒരു പിക്ക് ചെയ്തേക്കുന്നത്. Okay, so my top 5 selections എന്ന് എഴുതാം പിക്ക് അല്ലെങ്കിൽ. then ഓരോ പ്രൊഡക്റ്റ് ഏതേതാണ് പ്രൊഡക്റ്റ്, അതിന്റെ റേറ്റിംഗ് എത്രയാണ്, അതിന്റെ എന്താ പറയുന്ന യൂണിക് പോയിന്റ് എന്താണ്, യൂണിക് USP, യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്താണ്, ആൻഡ് ബൈ ഓൺ ആമസോൺ. അത് പിന്നെ നമുക്ക് നാളെ നോക്കാം എങ്ങനെയാണ് ആമസോണിന്റെ ലിങ്ക് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലിങ്ക് എടുക്കുന്ന പഠിച്ചിട്ടില്ല. സോ ഇതേപോലെ തന്നെ ഒരു എന്താ പറയുന്ന ടേബിളിനകത്തായിരിക്കും നമ്മൾ 5 പ്രൊഡക്റ്റ് വെച്ചിട്ട് ടേബിളിനകത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദിസ് വിൽ ബി ദ ടേബിൾ ആയിരിക്കും. ദെൻ ഇതെല്ലാം നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാം കേട്ടോ. അല്ല ഇത് എങ്ങനെ എഴുതുമെന്നൊന്നും വിചാരിക്കണം. ദെൻ പ്രൊഡക്റ്റ് 1. ഈ പ്രൊഡക്റ്റ് 1നെ പറ്റി നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാൻ പോവാണ്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ആ പ്രൊഡക്ട്സിനെ പറ്റി ഒരു ബ്രീഫ് കൊടുക്കും. ദെൻ പ്രൊഡക്ട്സിന്റെ ബെനിഫിറ്റ്സ്, വൈ ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രോം അനദർ. പിന്നെ ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് കൊടുക്കും ഈ പ്രൊഡക്റ്റിന്റെ. പിന്നെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്. നമ്മൾ ഇഫ് യു റിമെമ്പർ 6th പോയിന്റ്, വെൻ യു ഫൈൻഡ് എ നീഷ്, നമ്മുടെ 6th പോയിന്റ് ആണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. സോ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ് പ്രൊഡക്റ്റ്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമേജസ്, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജസ് ഒരു പ്രൂഫായിട്ട്, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു വീഡിയോ, നിങ്ങളുടെ സാധനത്തിന്റെ ഇഫ് യു ഹാവ്, ആ കണ്ടന്റിന്റെ ക്രെഡിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, ദാറ്റ്സ് ദ പ്രൊഡക്റ്റ് 1. സോ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3, പ്രൊഡക്റ്റ് 4, പ്രൊഡക്റ്റ് 5, 5 പ്രൊഡക്റ്റിന്റെ കണ്ടന്റ് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം. പ്രൊഡക്റ്റ് 2, പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് 3, പ്രൊഡക്റ്റ് 4, പ്രൊഡക്റ്റ് 5, 5 പ്രൊഡക്റ്റ്. ഇതേപോലെ തന്നെ സെയിം ബ്രീഫ്, ബെനിഫിറ്റ്സ്, പ്രോസ് ആൻഡ് കോൺസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ് പ്രൊഡക്റ്റ്. വൺസ് യു ഫിനിഷ് ദാറ്റ്, ഇനിയിപ്പം ഈ ഹെഡ്ഫോണിന്റെ ഒരു ബൈങ് ഗൈഡ് സംതിങ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ്. സോ ബൈങ് ഗൈഡ് ഫോർ ഹെഡ്ഫോൺസ്. ബേസിക്കലി ഇതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഹെഡ്ഫോൺ വാങ്ങുന്നതിന് മുമ്പേ ആൾക്കാർക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്, ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പേ വാട്ട് ദേ ഷുഡ് നോ. ഇപ്പം ഈ പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ വാങ്ങുന്ന സമയത്ത് വെയിറ്റ് ലോസ് ആവണം, ലൈക്ക് ലൂസ് വെയിറ്റ് ഉള്ള സാധനം വാങ്ങണോ, അല്ലെ പിന്നെ എങ്ങനത്തെ സാധനമാണോ വേണ്ടത്, ആ ഒരു ബൈങ് ഗൈഡ് സെക്ഷൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. യുവർ ആർട്ടിക്കൽ നീഡ് ടു ബി അറൌണ്ട് 1000 words. Focus on around 1000 words. So very brief ആയിരിക്കും. So intro around 100 words. Topic picks around 50 words. So table around നിങ്ങളുടെ ഒരു 50 വേർഡ്സിന്റെ ഉള്ളിൽ പോകും. 5 പ്രൊഡക്റ്റിന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ പ്രൊഡക്റ്റ് 1 അറൌണ്ട് നിങ്ങളുടെ 200 വേർഡ്സിനകത്തോട്ട് പോകും. സോ വെരി സിമ്പിൾ ആണ്. സോ 200 വേർഡ്സ്, സോറി 200 വേർഡ്സ് 5 പ്രൊഡക്റ്റ് വരുമ്പോൾ തന്നെ അത് 1000 വേർഡ്സിന്റെ ആവും. പിന്നെ നിങ്ങളുടെ ബൈങ് ഗൈഡ് ഒരു ഇഫ് യു ക്യാൻ റൈറ്റ് ഫോർ 200 to 300 words, you can write. So on an average, article will be around 1000-1500 റേഞ്ചിനകത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. So that's the
ആർട്ടിക്കിൾ നിങ്ങൾക്ക് എഴുതേണ്ട ഒരു റെഫറൻസ് ആണ്. സോ ലെറ്റ് മീ ഷോ സം റെഫറൻസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് ആ ബെസ്റ്റ് ഹെഡ്ഫോണിന്റെ തന്നെ നോക്കാം. അവനെങ്ങനെ എഴുതിയേക്കുന്നതിന് ഫസ്റ്റ് ഗ്രീക്ക് മാൻ്റെ എടുക്കാം. റാങ്കിങ് ഓൺ ആ കീവേഡ്സിന് വേണ്ടി ഫസ്റ്റ് പേജിനകത്ത് റാങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീസ് മേക്കിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് മണി. ഓക്കെ, ബിക്കോസ് ആ ഒരു ട്രാഫിക് ആ കീവേഡ് അവിടെ റാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസ് മേക്കിംഗ് ഗുഡ് എമൗണ്ട്. 5,000 സാധനമല്ലേ, അറ്റ്ലീസ്റ്റ് 5% തന്നെ ആണെങ്കിൽ he will going to get 500 rupees now. ഓക്കെ, സോ സെയിം തിങ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം ആ ഫോമിൽ തന്നെയാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് അവൻ എന്താ ചെയ്തേക്കുന്നത്, ഇൻട്രോ എഴുതി കഴിഞ്ഞിട്ട് 5 പ്രൊഡക്ട്സിനെ സെലക്ട് ചെയ്ത് ഇവൻ 7 പ്രൊഡക്റ്റിനെയാണ് സെലക്ട് ചെയ്തിരുന്നത്. സോ ടേബിൾ ഒന്നും ചെയ്തില്ല, ബട്ട് ടേബിൾ ഫോമാറ്റ് ആണ്. സോ ഐ മെൻഷൻ ടു അറേഞ്ച് ടേബിൾ ഓർ യു ക്യാൻ ഗോ ഫോർ ലൈക്ക് ദിസ് ഓൾസോ. പിന്നെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ആ പ്രൊഡക്റ്റിനെ പറ്റി ഒരു ബ്രീഫിംഗ് കൊടുത്ത് അതിന്റെ ഒരു മോസ്റ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്ത്, പിന്നെ യു ക്യാൻ സീ ദാറ്റ് ലൈക്സ് ആൻഡ് ഡോണ്ട് ലൈക്സ് കൊടുത്ത്, മീൻസ് പ്രോസ് ആൻഡ് കോൺസ് കൊടുത്ത്, പിന്നെ ആ പ്രൊഡക്റ്റിന്റെ ഒരു ഫീച്ചേഴ്സ് ഹൈലൈറ്റ്സ് എന്താണ്, പിന്നെ ലോവസ്റ്റ് പ്രൈസ് 2 അഫിലിയേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇയാള്, ഒന്ന് ആമസോണും ഒന്ന് ടാറ്റ ക്ലിക്കും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഇവൻ ആഡ്സെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നും മണി ഉണ്ടാക്കുന്നുണ്ട് ആഡ്സെൻസ് വഴി. ദെൻ സെക്കൻഡ് പ്രൊഡക്റ്റിന്റെ കുറച്ച് കണ്ടന്റ്, ഇവിടെ കുറച്ചും കൂടെ കണ്ടന്റ് ഉണ്ട്. യു ക്ലിക്ക് ഓൺ ദാറ്റ്, ദെൻ ഓൺലി യു വിൽ സീ. ദെൻ പ്രോസ് ആൻഡ് കോൺസ്, ഇവിടെ ഇവന്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതിന്റെ വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഇംബെഡ് ചെയ്യുന്നതായിരുന്നു നല്ലത്, ഇവൻ URL ആണ് കൊടുത്തേക്കുന്നത്. ദെൻ മെയിൻ ഹൈലൈറ്റ്സ്, ഈ പ്രൊഡക്റ്റ് 3 പ്രൊഡക്ട്സ് ഉണ്ട് ആമസോണിനകത്ത്, പിന്നെ JBL, അതേപോലെ തന്നെ ഷോമോർ, ഇതിനകത്ത് വീഡിയോ ഒന്നും ഇല്ല, 3 പ്രൊഡക്ട്സ്. ഓക്കെ, സോ എല്ലാ പ്രൊഡക്റ്റ് 5-7 പ്രൊഡക്ട്സ് ഇങ്ങനെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഡക്റ്റിനെ റിവ്യൂസ് എഴുതിയിട്ട് 7 പ്രൊഡക്റ്റ് ബൈങ് ഗൈഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ആൾസോ റീഡ് അതർ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ്സ് ദ വൺ ഗ്രീക്ക് മാൻ ആർട്ടിക്കിൾ നമ്മൾ നോക്കിയത്. അനദർ വൺ ഈസ് ഗെറ്റ്സി. ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കാം. സ്റ്റാർട്ടിങ് ഇൻട്രോ നമ്മൾ പറഞ്ഞ പോലത്തെ സാധനം, ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് വിത്ത് പ്രോഡക്റ്റ് വിത്ത് പ്രൈസ് ആൻഡ് ബൈ ഓൺ ആമസോൺ സെക്ഷൻ. പിന്നെ ഓരോ പ്രൊഡക്റ്റ് പിക്ക് ചെയ്ത് ആ പ്രൊഡക്റ്റിനകത്ത് ഹൗ വി പിക്ക് ദ ബെസ്റ്റ് 11 ഹെഡ്ഫോൺസ്, എന്തൊക്കെ സാധനങ്ങളാണ് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ പിക്ക് ചെയ്തത്. വൈ ഷുഡ് യു ബൈ ഫ്രോം ടോപ്പ് 11 അൾട്ടിമേറ്റ് ഹെഡ്ഫോൺസ്, എന്തിന് നിങ്ങൾ വാങ്ങണം, ഇതെല്ലാം സാധനം നമുക്ക് താഴോട്ട് കൊടുക്കാം. ദ 11 ബെസ്റ്റ് ഹെഡ്ഫോൺ അണ്ടർ 5,000 ഇന്ത്യസ്, ഇതാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രൊഡക്ട്സ്. പിന്നെ ഇവിടെ നിന്നാണ് ഓരോ പ്രൊഡക്ട്സിന്റെ ഒരു റിവ്യൂ കൊടുത്തേക്കുന്നത്. ഐ പേഴ്സണലി ഫീൽ നമ്മൾ ഈ കഥകൾ കുറച്ച് താഴെ ഇടുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ഓൾറെഡി ഇത്ര റിസർച്ച് ചെയ്തിട്ട്, മീൻസ് എന്താ പറയുന്നത്, അവർ മെയിൻലി ദേ ആർ ലുക്കിംഗ് ഫോർ ടോപ്പ് 5 പ്രൊഡക്ട്സ് ഏതാണ്. അതിനകത്ത് ചിലവരുണ്ടായിരിക്കും അവർക്ക് ജസ്റ്റ് ആ നമ്പർ മാത്രം കിട്ടിയാൽ മതി, 5 പ്രൊഡക്റ്റ് നോക്കിയിട്ട് അവർ പോകുന്നവരായിരിക്കും. സോ ആദ്യം തന്നെ ഒരുപാട് കഥ പറയുന്ന സമയത്ത് ഇത് ഇറ്റ്സ് ഓൾസോ റാങ്കിങ് സെക്കൻഡ് ആണ്. നമ്മളിപ്പം ആദ്യത്തെ നോക്കിയ ഗ്രീക്കിന്റെ അവര് ടു ദ പോയിന്റ് ആണ് സംസാരിക്കുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ലാസ്റ്റിലാണ് വരുന്നത്. ഇപ്പം ഈ സാധനം ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ ഓവർ ഡോസ് ആയി പോകും കണ്ടന്റിന്റെ. ബട്ട് അത്ര കണ്ടന്റ് വേണം, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഈ പർട്ടിക്കുലർ കീവേഡിന് വേണ്ടി റാങ്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺ ആൻ എവറേജ് എത്ര വേർഡ്സ് ആണ് ഇവർ എഴുതിയേക്കുന്നത്, ആ റേഞ്ചിൽ നിങ്ങൾക്ക് എഴുതേണ്ടി വരും. പ്രോസ് ആൻഡ് കോൺസ്, അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിന്റെ ബ്രീഫിങ്, പ്രോസ് ആൻഡ് കോൺസ്, പ്രൊഡക്റ്റ് ബ്രീഫിങ്, പ്രോസ് ആൻഡ് കോൺസ്, പ്രൊഡക്റ്റ് ബ്രീഫിങ്, പ്രോസ് ആൻഡ് കോൺസ്. 5-10 പ്രൊഡക്ട്സ് ഇവൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ലൈക്ക് 5 പ്രൊഡക്ട്സ് ഇസ് എനഫ്. ബിക്കോസ് ഓവർ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പെർച്ചേസിനകത്തോട്ട് പോകത്തില്ല. സോ യു ക്യാൻ സീ ദാറ്റ് ഹെഡ്ഫോൺ തന്നെ ഒരു കാറ്റഗറീസ് ആണ്.
ഫിനിഷിംഗ് ടച്ച് ഒന്നും കൊടുത്തിട്ടില്ല. യു ക്യാൻ ജസ്റ്റ് ഫിനിഷ് വിത്ത് കൺക്ലൂഷൻ ലൈക്ക് യുവർ റിവ്യൂ, നിങ്ങൾ എന്താണ് പ്രൊഡക്റ്റ് റിക്കവർ ചെയ്യുന്ന സെക്ഷൻസ്. സോ ദിസ് ഇസ് ദ ഫോർമാറ്റ്. സോ എല്ലാവർക്കും ഫോർമാറ്റ് ക്ലിയർ ആയോ? എവരിവൺ ക്ലിയർ? ടൈപ്പ് ക്ലിയർ. ഓക്കെ. സോ വീഡിയോയിൽ ഇരിക്കുന്ന ആള് തംസ് അപ്പ് കൊടുക്കാം. ഓക്കെ. സോ ഐ തിങ്ക് ഇന്ന് ഇപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് 2 ടാസ്ക് ഉണ്ട്, 2 അല്ല 3 ടാസ്ക് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ കീവേഡ് റിസർച്ച് ഷീറ്റ് ഒന്ന് പ്രോപ്പർ ആക്കണം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ആക്കണം. രണ്ടാമത്തെ സെക്ഷൻസ് നമ്മൾ 3 കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടെത്തണം. ആരാരാണ് കോമ്പറ്റീറ്റേഴ്സ്, അത് സ്പെസിഫിക് നീഷ് തന്നെ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ട് പോവാം. ലൈക്ക് ഇപ്പം സൈനാത്തിന്റെ കേസിനകത്ത് ഇയർഫോൺ മാത്രം എഴുതിയ ആ ബ്ലോഗ് ഭയങ്കര കുറവായിരിക്കും, അവര് മൊത്തത്തിൽ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. സോ ഹി ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഇപ്പം സ്കിന്നെല്ലാം ആണെങ്കിലും നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യാൻ നോക്ക്, കിട്ടുന്നുണ്ടോ ഇല്ലേന്ന്. ഡിഫറെന്റ് കീവേഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പോയിന്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇപ്പം ഇപ്പൊ 1000 ബ്ലോഗ് എഴുതിയാൽ അയാൾക്ക് ഒരു ടോപ്പിക്കിൽ 1000 ബ്ലോഗ് എഴുതാൻ കാണൂല. സോ ഒബ്വിയസ്ലി അവരെന്താ ചെയ്യും, അംബ്രല്ലയുടെ ഓരോ സർക്കിൾ ഇല്ലേ, അതേപോലെ തന്നെ ഓരോ ബ്രാൻഡ് അവർ സംസാരിക്കാൻ തുടങ്ങും. സോ ഇപ്പൊ ബേബി പ്രൊഡക്ട്സിനകത്ത് എല്ലാവരും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ബേബി ആയിരിക്കും. ബട്ട് വൺസ് കണ്ടന്റ് ആയി കഴിഞ്ഞാൽ അതിനെ കുറച്ചും കൂടെ ഗ്രോത്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് എന്താണ് അതിനെ പറ്റി അവർ സംസാരിക്കുന്നത്. സോ യു ഹാവ് ദീസ് 3 ടാസ്ക്. ഫസ്റ്റ് വൺ ഈസ് എന്താ പറയുന്ന കീവേഡ് പ്രോപ്പർ ആക്കുക, ഓർഗനൈസ് ചെയ്യുക. രണ്ടാമത്തെ 3 കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് ആ 3 കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റ് മാപ്പിനകത്ത് പോയിട്ട് അവരുടെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് അവർ എഴുതുന്നത്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കോപ്പി അടിക്കുക, ഒരു ഷീറ്റിനകത്തോട്ട് ഇട്ട് വെക്കുക, ഗൂഗിൾ ഷീറ്റിനകത്ത് ഇട്ട് വെക്കുക. മൂന്നാമത്തെ ടാസ്ക്, രണ്ടാമത്തെ 2 ടാസ്ക് ഉണ്ട്, ടാസ്ക് എ ആൻഡ് ടാസ്ക് ബി. മൂന്നാമത്തെ ടാസ്ക് ആണ് നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ എഴുതണം ഈ ഫ്രെയിമിങ്ങിനകത്ത്. സോ യൂസ് ചാറ്റ് GPT. ആ ഫ്രെയിമിംഗ് മാത്രം ഒന്ന് പ്രോപ്പർ ചെയ്താൽ മതി. സോ യൂസ് ചാറ്റ് GPT ആൻഡ് വിൽ ഷോ ടുമോറോ ഹൗ ഓർഗാനിക്കലി ലൈക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചാറ്റ് GPT. സോ ഈ 3 ടാസ്ക് ആണ്. ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 2 2A 2B ഉണ്ട്, ടാസ്ക് 3. എനിക്ക് തോന്നുന്നു ശ്രീജ എഴുതുന്നുണ്ടായിരുന്നു, ആ സാധനം ഒന്ന് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടേരും. ടാസ്കുകൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇട്ടാൽ മതി, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. സോ പിന്നെ എല്ലാവരും അവരുടെ വെബ്സൈറ്റ്സ് ഏതാണ് അതും കൂടെ ഒന്ന് ഗൂഗിൾ പറയാം, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തോട്ട് ഒന്ന് ഇടുക എല്ലാവരും അവരുടെ ഗ്രൂപ്പ്സ്.